ഇടുക്കി രൂപതാ ദിനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി രൂപതാ കേന്ദ്രം അറിയിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവെച്ച രൂപതാ ദിനാചരണം 13-ാം തീയതി ചൊവ്വാഴ്ച നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയത്തിൽ വെച്ച് നടക്കും. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഇടുക്കി രൂപതാ ദിനം മെയ് മാസം 13-ാം തീയതി നമ്മൾ ആചരിക്കുകയാണ്. ഇതിനൊരുക്കമായി നിരവധി കർമ്മ പരിപാടികൾ നമ്മുടെ രൂപതയിൽ നടത്തപ്പെട്ടു. പ്രത്യേകിച്ച് ഈസ്റ്റർ ദിനത്തിലെ പതാക ഉയർത്തലും ഭവനങ്ങൾ ഉയർത്തിയ പതാകകളുമെല്ലാം ഈ രൂപതാ ദിനത്തെ വിളിച്ചറിയിക്കുന്ന വലിയ കാര്യങ്ങളാണ്. കുടുംബ കൂട്ടായ്മകളിൽ വാർഷികങ്ങൾ നടന്നു. അതുപോലെ വിവിധ മത്സരങ്ങൾ നടത്തുകയുണ്ടായി. നാളെ നമ്മുടെ രൂപതയിൽ അമ്മമാരും യുവജനങ്ങളും കുട്ടികളും ഒന്നുചേർന്നുള്ള മെഗാ മാർഗംകളി ഇടുക്കി ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുകയാണ്. നമ്മുടെ തനത് കലാരൂപമാണ് മാർഗംകളി. നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ, അത് പഠിച്ചിരിക്കുന്നത് വളരെ ആവശ്യമാണ്, നല്ലതാണ്. പിന്നീട് 12-ാം തീയതി പതാക പ്രയാണം, ദീപശിഖ പ്രയാണം, ഛായാചിത്ര പ്രയാണം എന്നിവയെല്ലാം നടക്കും. അതുപോലെ തന്നെ വിളംബര റാലി നടക്കുന്നുണ്ട്. 13-ാം തീയതി ആഘോഷമായ സമൂഹ ബലിയോട് ചേർന്ന് കൂടിയാണ് ഈ ദിനം നമ്മൾ ആചരിക്കുവാൻ ഒരുങ്ങുന്നത്. അന്നേ ദിനം സമൂഹ ബലിയിൽ പങ്കുചേരുവാനായിട്ട് എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. പ്രത്യേകമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാതിനിധ്യ സ്വഭാവത്തോടു കൂടിയ ഒരു പങ്കാളിത്തമാണ് രൂപതാദിനത്തിൻ്റെ മീറ്റിങ്ങിൽ നാം വിഭാവനം ചെയ്യുന്നത്. ഈ ആഘോഷ പരിപാടികളിലൂടെയും ആചരണങ്ങളിലൂടെയും എല്ലാം രൂപതയും നമ്മളൊരു കുടുംബം എന്ന ആശയത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഈ മലയോരത്ത് അധിവസിക്കുന്ന നമ്മൾ തികഞ്ഞ ദൈവവിശ്വാസത്തോടു കൂടി, ക്രൈസ്തവ സാക്ഷ്യത്തോടു കൂടി, ആത്മാഭിമാനത്തോടു കൂടി ഭാവിയെ ലക്ഷ്യമാക്കി പ്രത്യാശയോടെ നമുക്ക് മുന്നേറണം. ഈശോ നമ്മുടെ വഴികാട്ടിയാണ്. തോമാ ശ്ലീഹായുടെ മാതൃക നമുക്ക് കരുത്താണ്. വിശുദ്ധരുടെ വലിയ മാതൃകകൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ പൂർവികരുടെ ത്യാഗങ്ങളെ നമുക്ക് ഓർക്കാം. മൺമറഞ്ഞു പോയ മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവിനെ പ്രത്യേകമായിട്ട് നമുക്ക് നന്ദിയോടെ അനുസ്മരിക്കാം. നമുക്കൊറ്റ കുടുംബമായി, ഒരു വിശ്വാസ സമൂഹമായി ഈ മലയോരത്തിന് പ്രകാശം പകരുന്ന, ധൈര്യം പകരുന്ന ഒരു സമൂഹമായിട്ട് നമുക്ക് മുന്നേറാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. 2003 കോതമംഗലം രൂപത വിഭജിച്ച് പുതിയതായി രൂപീകരിക്കപ്പെട്ട ഇടുക്കി രൂപതയുടെ 22-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ വർഷം രൂപതാ ദിനം ആചരിക്കുന്നത്. ക്രിസ്തു ജയന്തിയുടെ ജൂബിലി വർഷം കൂടിയായ ഈ വർഷം വിപുലമായ പരിപാടികളോടെയാണ് രൂപതാ ദിനാചരണം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി നാളെ ഇടുക്കി IDA ഗ്രൗണ്ടിൽ രൂപതയിലെ 2500ഓളം കലാകാരികൾ അണിനിരക്കുന്ന മെഗാ മാർഗംകളി നടക്കും. ഇടുക്കി രൂപതയുടെ രൂപതാ ദിനാചരണത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. കോതമംഗലം രൂപത വിഭജിച്ച് ഇടുക്കി രൂപത സ്ഥാപിതമായിട്ട് 22 വർഷങ്ങൾ പൂർത്തിയാകുന്ന പശ്ചാത്തലത്തിലാണ് ഈ രൂപതാ ദിനാചരണം നടത്തപ്പെടുന്നത്. ക്രിസ്തു ജയന്തിയുടെ ജൂബിലി വർഷം ആചരിക്കുന്ന പശ്ചാത്തലത്തിൽ വിപുലമായ ഒരുക്കത്തോടു കൂടിയാണ് രൂപതാ ദിനം ഈ വർഷം നടത്തപ്പെടുന്നത്. 13-ാം തീയതി ചൊവ്വാഴ്ച നെടുങ്കണ്ടം സെൻറ്റ് സെബാസ്റ്റ്യൻസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയത്തിൽ വെച്ചാണ് രൂപതാ ദിനാചരണം നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി നാളെ വെള്ളിയാഴ്ച ഇടുക്കി IDA ഗ്രൗണ്ടിൽ വെച്ച് രൂപതയിലെ എല്ലാ ഇടവകകളിൽ നിന്നും പങ്കെടുക്കുന്ന 2500ഓളം വരുന്ന കലാകാരിമാർ അണിയിച്ചൊരുക്കുന്ന മെഗാ മാർഗംകളി നടത്തപ്പെടുകയാണ്. കൊച്ചുകുട്ടികളും യുവതികളും അമ്മമാരുമടക്കം 2500ഓളം കലാകാരിമാർ ഇടുക്കി IDA ഗ്രൗണ്ടിൽ നാളെ രാവിലെ 10:00-ക്ക് അണിനിരക്കും. എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന ആളുകളെ സ്വീകരിക്കാൻ ഇടുക്കി എല്ലാം കൊണ്ടും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇടുക്കി ന്യൂമാൻ സ്കൂൾ ഗ്രൗണ്ടിലാണ് കലാകാരികളെല്ലാവരും എത്തിച്ചേരുന്നത്. അവിടെ നിന്ന് മാർഗംകളി വേഷധാരികളായി അവർ IDA ഗ്രൗണ്ടിലേക്ക് എത്തും. അവിടെ ഇടുക്കി രൂപതാധ്യക്ഷൻ അഭിമന്യ മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവ് ഈ മെഗാ മാർഗംകളി ഉദ്ഘാടനം ചെയ്യും. വിവിധ സ്ഥലങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന വാഹനങ്ങൾ ആളുകളെ ഇടുക്കി ഗ്രൗണ്ടിൽ ഇറക്കിയതിന് ശേഷം വലിയ വാഹനങ്ങൾ ചെറുതോണി പാലത്തിന് സമീപവും ചെറുതോണി പാലത്തിന് താഴെയുള്ള പഴയ ബസ് സ്റ്റാൻഡിലുമായി പാർക്ക് ചെയ്യേണ്ടതാണ്. ചെറിയ വാഹനങ്ങൾ ന്യൂമാൻ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലും ഇടുക്കി തങ്കമണി റോഡ് സൈഡിലുമായി പാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്.
12-ാം തീയതി തിങ്കളാഴ്ച രൂപതയിലെ 3 തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നിന്ന് വിളംബര പ്രയാണങ്ങൾ ആരംഭിക്കും. വാഴത്തോപ്പ് സെൻറ്റ് ജോർജ് കത്തീഡ്രലിൽ നിന്നും വിശുദ്ധ തോമാസ് ലീഹായുടെ ഛായാചിത്ര പ്രയാണവും, അടിമാലി സെൻറ്റ് ജൂഡ് ഫൊറോന ദേവാലയത്തിൽ നിന്ന് ദീപശിഖാ പ്രയാണവും, രാജകുമാരി ദേവമാതാ ദേവാലയത്തിൽ നിന്ന് പതാക പ്രയാണവും ആരംഭിക്കും. ഈ 3 പ്രയാണങ്ങളും വൈകുന്നേരം 5 മണിക്ക് നെടുങ്കണ്ടം കരുണ ആനിമേഷൻ സെൻറ്ററിൽ എത്തിച്ചേരും. 5:30-ക്ക് നെടുങ്കണ്ടം കരുണ ആനിമേഷൻ സെൻറ്ററിൽ നിന്നും 100 കണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ രൂപതാ ദിനത്തിൻ്റെ വിളംബര വാഹനജാഥ ആരംഭിക്കും. ഈ വാഹനജാഥ നെടുങ്കണ്ടം ടൗണിലൂടെ കടന്ന് സമ്മേളന നഗരിയായ പോപ്പ് ഫ്രാൻസിസ് നഗറിൽ എത്തിച്ചേരും. അവിടെ എത്തിച്ചേരുമ്പോൾ അഭിമന്യ പിതാവ് പതാക ഉയർത്തി രൂപതാ ദിനാചരണത്തിന് തുടക്കം കുറിക്കുകയാണ്. 13-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 8:45-ന് നെടുങ്കണ്ടം സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ അങ്കണത്തിൽ നിന്നും സമൂഹ ബലിക്ക് ആമുഖമായിട്ടുള്ള പ്രദക്ഷിണം ആരംഭിക്കും. സമൂഹ ബലിക്ക് രൂപതാധ്യക്ഷൻ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നതും രൂപതയിലെ മുഴുവൻ വൈദികരും സമൂഹ ബലിയിൽ സഹകാർമ്മികരാകുന്നതുമാണ്. ഇടവകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളും സന്യാസ ഭവനങ്ങളുടെ സുപ്പീരിയേഴ്സും രൂപതയിലെ മുഴുവൻ വൈദികരും അൽമായ പ്രതിനിധികളും ഈ സംഗമത്തിൽ പങ്കാളികളാകും. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടക്കുന്ന പൊതുസമ്മേളനം CBCയുടെ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്യും. ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ കേരളത്തിൻ്റെ ബഹുമാന്യനായ മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ മുഖ്യ പ്രഭാഷണം നടത്തുന്നതും ഇടുക്കി MP ശ്രീ ഡീൻ കുര്യാക്കോസ്, ഉടുമ്പൻചോലയുടെ MLA ശ്രീ MM മണി, ജഗദൽപൂർ രൂപതയുടെ മെത്രാൻ അഭിവന്യം മാർ ജോസഫ് കൊല്ലംപറമ്പിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതുമാണ്. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ളവരും സഭയിലും സമൂഹത്തിലും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുള്ളവരുമായ രൂപതാംഗങ്ങളെ ഈ സമ്മേളന വേദിയിൽ ആദരിക്കുന്നതുമാണ്. രൂപത ഒരു കുടുംബമായി പ്രത്യാശയോടെ മുന്നോട്ട് നടത്തുന്ന പ്രയാണത്തിൽ പുതിയ ഊർജം സംഭരിക്കുന്നതിന് വേണ്ടി നടത്തപ്പെടുന്ന ഈ രൂപതാ ദിനാഘോഷ പരിപാടികളിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്.